ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബയാസിംഗ് ഓഫ് ദ പി എൻ ജംഗ്ഷൻ എന്ന ടോപ്പിക്കാണ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ പി എൻ ജംഗ്ഷൻ എന്താണെന്ന് കണ്ടു. അതിൻ്റെ അകത്തുണ്ടാവുന്ന കാരിയേഴ്സ് കാരണം എങ്ങനെയൊക്കെ കറണ്ട് ഫ്ലോ എന്നുള്ളതും നമ്മൾ ലാസ്റ്റ് വീഡിയോ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുന്നത് പി എൻ ജംഗ്ഷനിലേക്ക് എങ്ങനെ ബയാസിംഗ് നടത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ബയാസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പി എൻ ജംഗ്ഷനിലേക്ക് എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബയാസിംഗ് എന്ന് പറയുക. അപ്പോൾ ബയാസിംഗ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നതിന് നമ്മൾ ബയാസിംഗ് ദ പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് നമ്മൾ കൊടുക്കാത്തതിന് അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പം അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല. അപ്പം നോക്കിയേ, എ പി എൻ ജംഗ്ഷൻ വിത്ത് നോ എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് ഈസ് കോൾഡ് ആൻ അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ്, പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ അകത്ത് ഹോൾസ് മെജോറിറ്റി കാരിയേഴ്സും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയേഴ്സ് ആണെന്നുള്ളത്. അപ്പോൾ പിയും എൻസ് രണ്ട് സെമി കണ്ടക്ടേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും ഡിഫ്യൂഷൻ നടക്കും. ഈ ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ ഡിഫ്യൂഷൻ നടക്കുന്നത് മെജോറിറ്റി കാരിയേഴ്സാണ്. ഇപ്പോൾ പി ടൈപ്പിൽ ഹോൾസ് മെജോറിറ്റി കാരിയറാണെന്ന് പറഞ്ഞു, എൻ ടൈപ്പിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡിഫ്യൂഷൻ കാരണം ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും ഡിഫ്യൂഷൻ കാരണം ഉണ്ടാവുന്ന കറണ്ടിനെ നമുക്ക് മെജോറിറ്റി കാരിയർ കറണ്ട് എന്ന് വിളിക്കാം. ഇനി അതേപോലെ തന്നെ പി എൻ ജംഗ്ഷൻ്റെ അകത്ത് തെർമൽ എനർജി കാരണം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ അകത്ത് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ ഫോം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിനെയാണ് മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുമ്പം കറണ്ട് ഡ്യൂ ടു ദ മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ പി എൻ ജംഗ്ഷൻ, അത് നമുക്ക് മൈനോറിറ്റി കാരിയർ കറണ്ട് എന്ന് വിളിക്കാം. അപ്പം ഈ മൈനോറിറ്റി കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? തെർമൽ എനർജി കാരണം. അവിടെ ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാവുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ ഹോൾസ് പെയേഴ്സ് ജനറേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ മൈനോറിറ്റി കാരിയർ ഉണ്ടാക്കുന്ന കറണ്ടിനെ മൈനോറിറ്റി കാരിയർ കറണ്ട് എന്ന് വിളിക്കാം. അപ്പോൾ കറണ്ട് ഡ്യൂ ടു ഡിഫ്യൂഷൻ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സിന് നമുക്ക് എന്ത് വിളിക്കാം? മൈനോറിറ്റി കാരിയർ കറണ്ട് എന്ന് വിളിക്കാം. ഇനി അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ആവുന്ന കേസിൽ ഇപ്പം നമ്മൾ പറഞ്ഞു മെജോറിറ്റി കാരിയർ കറണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു, അതേപോലെ മൈനോറിറ്റി കാരിയർ കറണ്ട് ഉണ്ടാവുമെന്നും പറഞ്ഞു. അൺബയാസ്ഡ് പി എൻ ജംഗ്ഷനിൽ ഈ മെജോറിറ്റി കാരിയർ കറൻറ്റും മൈനോറിറ്റി കാരിയർ കറൻറ്റും ഈക്വലാണ്. മാത്രമല്ല അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റാണ്. മെജോറിറ്റി കാരിയർ കറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൈനോറിറ്റി കാരിയർ കറൻറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണെന്ന് പറഞ്ഞു. രണ്ടും എന്താവും? ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. സോ അവിടുത്തെ നെറ്റ് കറൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ്റെ അകത്ത് മെജോറിറ്റി കാരിയർ കറൻറ്റ് ആൻഡ് മൈനോറിറ്റി കാരിയർ കറൻറ്റ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫ്ലോ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇൻ ദിസ് കേസ് ദ നെറ്റ് ഫ്ലോ ഓഫ് ദ കറൻറ്റ് അക്രോസ് ദ ജംഗ്ഷൻ ഈസ് 0. ഇപ്പോൾ അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ്റെ കേസിൽ കറൻറ്റ് എന്ന് പറയുന്നതാണ് 0 ആണ്. നെക്സ്റ്റ് വണ്ണാണ് ബയാസിംഗ് ദ പി എൻ ജംഗ്ഷൻ. പി എൻ ജംഗ്ഷനിലേക്ക് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് കൊടുക്കാം. അപ്പം പി എൻ ജംഗ്ഷൻ കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് ഈസ് കോൾഡ് എ ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. അപ്പം നമ്മളിങ്ങനെ ബയാസിംഗ് നടത്തുന്ന സമയത്ത് എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ ഡിപ്ലീഷൻ ലെയർ അല്ലെങ്കിൽ ഡിപ്ലീഷൻ വിഡ്ത്ത് എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യാം? നമ്മൾ ഈ കൊടുക്കുന്ന ബയാസിങ്ങിൻ്റെ വാല്യൂക്കനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് നമുക്കതിൻ്റെ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല പി എൻ ജംഗ്ഷൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ നമുക്കിതിലൂടെ ഫ്ലോ ചെയ്യുന്ന എമൗണ്ട് ഓഫ് കറൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. അപ്പോൾ ബയാസിംഗ് യൂസ് ചെയ്ത് നമുക്ക് ബയാസിംഗ് ഹെൽപ്സ് ടു കൺട്രോൾ ദ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ and it can be used to control the resistance of PN junction and it can control the amount of current passing through the device. അപ്പോൾ ബയാസിംഗ് ദ പി എൻ ജംഗ്ഷൻ എന്ന് പറയുമ്പം എ പി എൻ ജംഗ്ഷൻ കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് ഇസ് കോൾഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ.
നമുക്കിനി ബയാസിങ് നടത്തുന്നത് 2 രീതിയിൽ ചെയ്യാം. അതിൽ ഒരെണ്ണമാണ് ഫോർവേഡ് ബയാസിങ് ആൻഡ് സെക്കൻഡ് വൺ റിവേഴ്സ് ബയാസിങ്. ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്നതാണ് ഫിഗർ എയിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഈ ഫിഗർ എക്കകത്ത് പി ടൈപ്പിന് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങോട്ടേക്കാണ്? പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ബാർ കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ടേജ് സോഴ്സ്. ഈ രീതിക്ക് കണക്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസിങ് എന്ന് പറയുക. സെക്കൻഡ് കേസാണ് റിവേഴ്സ് ബയാസിങ്. റിവേഴ്സ് ബയാസിങ് എന്ന് പറയുമ്പം ദ പി ടെർമിനൽ ഓഫ് ദ പി type semiconductor is connected to the negative terminal of the voltage source, and n-type semiconductor bar is connected to the positive terminal of the voltage source. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സ് ബയാസിങ് എന്ന് പറയുന്നത്. ഇനി റിവേഴ്സ് ബയാസിങ് അല്ലെങ്കിൽ ഫോർവേഡ് ബയാസിങ്ങിന് ഏത് മെത്തേഡാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും? പി എൻ ജംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം വരും. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. അപ്പം പറഞ്ഞു, 2 ways of connecting voltage source to a PN junction. One is forward biasing and the other is reverse biasing. In forward biasing method, positive terminal of the voltage source is connected to P side and negative terminal of the voltage source is connected to N side of the PN junction. In this case, large amount of current flows through the junction. And second type of biasing is the reverse biasing. In this case, the positive terminal of the voltage source is connected to the N side of the PN junction and negative terminal is connected to the P side of the PN junction. In this case also, net current flows through the junction is 0. In forward biasing, large amount of current flow through the PN junction, but in reverse bias, the current flow through the PN junction is 0. Then for forward bias to PN junction നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫോർവേഡ് ബയാസിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം, എൻ ടൈപ്പിന് നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഒറിജിനൽ പി എൻ ജംഗ്ഷൻ. ഇങ്ങനെ നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് വി ബി ലാർജ് ആയിരുന്നു സ്റ്റാർട്ടിങ് കേസിൽ. ദെൻ നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്ന കേസിൽ എന്ത് ചെയ്യും? അതിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഡിപ്ലീഷൻ വിഡ്ത്തും റെഡ്യൂസ് ചെയ്ത്. ഇപ്പം ഈ ഡിപ്ലീഷൻ വിഡ്ത്തിനേക്കാളും കുറഞ്ഞു സെക്കൻഡ് കേസിൽ ഫോർവേഡ് ബയാസിങ് നടത്തിയപ്പം. അപ്പം ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും? അവിടെ കുറയും. എങ്ങനെയാണ് ഡിപ്ലീഷൻ ലെയർ കുറയുന്നത്? നമുക്കറിയാവുന്ന കാര്യമാണ്, ഇതൊരു വോൾട്ടേജ് സോഴ്സാണ്. ആ വോൾട്ടേജ് സോഴ്സിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ എന്തുണ്ടായിരിക്കും? ഹോൾസ് ഉണ്ടായിരിക്കും. ആ പോസിറ്റീവ് ടെർമിനലിൻ്റെ വോൾട്ടേജ് കാരണം ഇവിടെ ഉണ്ടാവുന്ന പിയിലുണ്ടാവുന്ന ഹോൾസിനെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കും? ഡിപ്ലീഷൻ ലെയറിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്യിക്കും. അങ്ങ് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഈ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഇവിടുത്തെ ഹോൾസിനെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. അതേപോലെ നെഗറ്റീവ് ടെർമിനൽ വോൾട്ടേജ് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺസിനെ, എൻ സൈഡിലെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺസിനെ ഡിപ്ലീഷൻ ലെയറിലെ ജംഗ്ഷനിലേക്ക് പുഷ് ചെയ്യും. ആ പുഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൻ്റെ ഡിപ്ലീഷൻ വിഡ്ത്ത് അങ്ങ് റെഡ്യൂസ് ചെയ്തു. ഡിപ്ലീഷൻ വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യാൻ കാരണം ഈ വരുന്ന ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ കമ്പൈൻ ചെയ്യും. ഇപ്പം ഇവിടെ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് ഒരു എക്സ്റ്റേണൽ സപ്ലൈ വോൾട്ടേജാണ് കൊടുക്കുന്നത്. ആ എക്സ്റ്റേണൽ സപ്ലൈ വോൾട്ടേജ് കാരണമാണ് ഇവിടെ റീകോമ്പിനേഷൻ നടക്കുന്നത് ജംഗ്ഷനിൽ. അത് രണ്ടിനെ പി ടെർമിനലിൽ നിന്ന് ഹോൾസും എൻ ടെർമിനലിൽ നിന്ന് ഇലക്ട്രോൺസും പുഷ് ചെയ്യുന്ന സമയത്ത്, പുഷ് ചെയ്യുക മീൻസ് അതൊരു എക്സ്റ്റേണൽ എനർജി കിട്ടുകയാണ്. ആ എക്സ്റ്റേണൽ എനർജി കിട്ടുമ്പം ജംഗ്ഷനിൽ എന്ത് ചെയ്യും? റീകോമ്പിനേഷൻ നടക്കും. ആ റീകോമ്പിനേഷൻ നടക്കുമ്പം അവിടെ ഡിപ്ലീഷൻ വിഡ്ത്ത് കുറയും. മാത്രമല്ല എന്തും കൂടെ നടക്കും? ഇവിടെ കറൻറ്റ് ഫ്ലോയും കൂടെ നടക്കും. അപ്പം എത്രയാണോ നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നത്, എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുന്നത്, അതിനനുസരിച്ച് എന്ത് ചെയ്യും? കറൻറ്റ് ഫ്ലോ വേരി ചെയ്തുകൊണ്ടിരിക്കും. ലാർജ് എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് കറൻറ്റ് ഫ്ലോ. സപ്പോസ് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് കുറവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കറൻറ്റ് ഫ്ലോയും കുറവായിരിക്കും. ഇങ്ങനെയാണ് ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ്റെ വർക്കിംഗ്. അപ്പം നമ്മൾ പറഞ്ഞത് ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ എ പി എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ്,
holes are repelled from the positive terminal of the voltage source and move towards the junction. Similarly, electrons are repelled by the negative terminal of the voltage source and move towards the junction. Some electrons and holes enter the depletion layer and recombine. This reduces the width as well as height of the potential barrier. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ്റെ അകത്ത് പറഞ്ഞത്. ഇനി പി എൻ ജംഗ്ഷൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? കറൻറ്റ് ഡ്യൂ ടു മെജോറിറ്റി കാരിയേഴ്സ്. ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഏതൊക്കെയാണ്? ഇലക്ട്രോൺസും ഹോൾസും. അപ്പം പി എൻ ജംഗ്ഷൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഇലക്ട്രോൺ കറൻറ്റിൻ്റെയും ഇലക്ട്രോൺ ഹോൾസ് മൂവ്മെൻറ്റോടുണ്ടാവുന്ന കറൻറ്റ്, സം ഓഫ് ഇലക്ട്രോൺ കറൻറ്റ് ആൻഡ് ഹോൾ കറൻറ്റ് പി എൻ ജംഗ്ഷൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെജോറിറ്റി കാരിയർ കറൻറ്റ് എന്ന് വിളിക്കുന്നത്. ഈ കറൻറ്റ് എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന അപ്ലൈ വോൾട്ടേജിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഇത് ഏത് ഓർഡറിലാണ് ഉണ്ടായിരിക്കുന്നത്? മില്ലി ആംപിയർ റേഞ്ചിലാണ് ഫോർവേഡ് ബയാസിൻ്റെ അകത്ത് കറൻറ്റ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വണ്ണാണ് റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എൻ സൈഡ് ഇവിടെ നമ്മുടെ കയ്യിൽ ഇതിന് നമുക്ക് പി ടൈപ്പും എൻ ടൈപ്പും. പി ടൈപ്പിനെ നമ്മൾ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും? നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ടേജ് സോഴ്സും പിനെ നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ടേജ് സോഴ്സിലേക്കും എന്നെ നമ്മൾ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ടേജ് സോഴ്സിലേക്കും കണക്ട് ചെയ്യും. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് പി ടൈപ്പിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന മെജോറിറ്റി കാരിയേഴ്സ് നമുക്കറിയാം ഹോൾസ് ആണെന്ന്. ആ ഹോൾസ് എങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യും? നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ടേജ് സോഴ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ പി എൻ ജംഗ്ഷനിൽ നിന്ന് അത് ഔട്ട്വേർഡിലേക്കാണ് ഹോൾസ് മൂവ് ചെയ്യുന്നത്. Similarly, the electrons from the N region of the PN junction semiconductor pushes away from the PN junction and move towards the positive terminal of the voltage source. Here, depletion layer increases due to this pushing of the majority carriers away from the junction. ഇവിടെ ഡിപ്ലീഷൻ ലെയർ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കാണാൻ പറ്റും. ഫിഗർ എക്കകത്ത് ഉണ്ടാവുന്ന ഡിപ്ലീഷൻ ലെയറിനേക്കാളും ഒരു വലിയ ഡിപ്ലീഷൻ ലെയറിലാണ് ഏത് കേസിൽ വരുന്നത്? ഫിഗർ പിക്കകത്ത് ഡിപ്ലീഷൻ ലെയർ വരുന്നത്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? നമ്മൾ റിവേഴ്സ് ബയാസിങ് നടത്തുമ്പം ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്തു. മാത്രമല്ല പൊട്ടൻഷ്യൽ ബാരിയർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വി ബി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ബാരിയർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹൈറ്റ് അതെന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. പൊട്ടൻഷ്യൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തു. റിവേഴ്സ് ബയാസിങ് നടത്തുന്ന സമയത്ത് വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ ഇൻക്രീസ് ചെയ്തു. പിന്നെ അവിടെ നടക്കുന്നത് അതിൻ്റെ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ, പൊട്ടൻഷ്യൽ ഹൈറ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം, അതെന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ്റെ അകത്ത് നടക്കണമെന്ന് നോക്കാം. ഹോൾസ് ഇൻ ദ പി റീജിയൻ അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ടേജ് സോഴ്സ് and electrons in the N region are attracted to the positive terminal of the voltage source. Here majority carriers are electrons and holes. These majority carriers diffuses across the PN junction and this widens the depletion these majority carriers drawn away from the PN junction and this widen the depletion layer and increases the potential barrier. അപ്പം ഇവിടെ നമുക്കറിയാവുന്നതാണ് ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടി. ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടി, പൊട്ടൻഷ്യൽ ബാരിയർ കൂടി. സോ ആ കേസിൽ എന്താ അവിടെ നടക്കുന്നത്? അവിടുത്തെ റെസിസ്റ്റൻസ് ഹൈ ആവാണ്. എന്ന് വെച്ചാൽ അതിലൂടെ ഒരു ഇലക്ട്രോൺസിനും ഹോൾസിനും ആ ബാരിയർ ക്രോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹൈ വോൾട്ടേജ് കിട്ടിയാലേ ആ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അവിടെ ഹൈ റെസിസ്റ്റൻസ് ആണ് അവിടെ ഓഫർ ചെയ്യുന്നത് ആ പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പം റിവേഴ്സ് ബയാസിങ് നടത്തുന്ന കേസിൽ ജംഗ്ഷൻ എന്ത് ഓഫർ ചെയ്യും? വെരി ഹൈ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ റിവേഴ്സ് ബയാസ്. സപ്പോസ് ആ ബാരിയർ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? ഒരു ഹൈ എക്സ്റ്റേണൽ എനർജി കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ബാരിയർ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. This widens the depletion layer and increases the potential barrier. Here junction offers very high resistance under reverse bias. ദെൻ നമുക്കിതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ്. റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് എന്ന് പറയുമ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഉണ്ടാവുന്ന കറൻറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് I0 എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്.
അപ്പം മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ തെർമൽ എനർജി കൊടുക്കുക, മീൻസ് എക്സ്റ്റേണൽ എനർജി, ഒരു തെർമൽ എനർജി ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺസ് ഹോൾസ് പെയേഴ്സ് ജനറേറ്റ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ കാരണം അവിടെ ഒരു കറൻറ്റ് ഫ്ലോ നടക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈനോറിറ്റി കാരിയർ കറൻറ്റ് എന്ന് പറയുന്നത്. ഈ മൈനോറിറ്റി കാരിയർ കറൻറ്റ് തെർമൽ എനർജി കാരണം എന്ന് പറഞ്ഞു. ഇതുകൊണ്ടുണ്ടാവുന്ന കറൻറ്റിന് നമുക്ക് എന്ത് വിളിക്കാം, റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് എന്ന് വിളിക്കാം. ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് ഉണ്ടാവുന്നത് റിവേഴ്സ് ബയാസിങ് ദ പി എൻ ജംഗ്ഷൻ്റെ കേസിലാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് നടക്കുന്നത്. ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് എന്ന് പറയുമ്പോൾ അത് ടെമ്പറേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു തെർമൽ എനർജിക്ക് അനുസരിച്ചാണ് ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഹോൾ പെയർസിൻ്റെ ജനറേഷൻ കൂടും. ടെമ്പറേച്ചർ കുറയുമ്പം ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷനും കുറയും. അപ്പം ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യും, റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റും റിവേഴ്സ് ബയാസിങ്ങിൽ കൂടും. അപ്പം ദ എമൗണ്ട് ഓഫ് കറൻറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ മൈനോറിറ്റി കാരിയേഴ്സ് ഡിഫ്യൂസിങ് അക്രോസ് ദ ജംഗ്ഷൻ. അപ്പം അങ്ങനെ തെർമൽ എനർജി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ബാരിയർ ക്രോസ് ചെയ്യും. ബാരിയർ ക്രോസ് ചെയ്യുന്ന ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കുന്നത്, ഒരു കറൻറ്റ് ഫ്ലോ നടക്കുന്നത്, മൈനോറിറ്റി കാരിയർ കറൻറ്റ് ഫ്ലോ ആണ് അവിടെ നടക്കുന്നത്. ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ റിവേഴ്സ് വോൾട്ടേജ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ റിവേഴ്സ് ബയാസിൽ കൊടുക്കുന്ന വോൾട്ടേജിനാണ് നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ആ റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റിൽ മാറ്റങ്ങൾ വരില്ല. ഏതിനനുസരിച്ച് മാത്രമേ മാറ്റം വരുള്ളൂ, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റിൽ ചേഞ്ച് വരുള്ളൂ. അപ്പം റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കറൻറ്റ് due to the minority carriers. The minority carriers are the electron carriers generated due to the thermal energy. Here the carriers are the electrons and holes. റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിലിക്കണിൻ്റെ കേസിലാണെങ്കിൽ നാനോ ആംബിയർ റേഞ്ചിലാണ്, ജർമ്മനി ആണെങ്കിൽ മൈക്രോ ആംബിയർ റേഞ്ച്. നാനോ ആംബിയർ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നാനോ ആംബിയർ. ആംബിയർ എന്ന് പറയുമ്പോൾ കറൻറ്റിൻ്റെ യൂണിറ്റാണ് ആംബിയർ. നാനോ മീൻസ് 10⁻⁹. അത്രയും ചെറിയൊരു വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുക, നാനോ. 10⁻⁹. മൈക്രോ ആംബിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ 10⁻⁻⁶. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്, നാനോ ആംബിയർ റേഞ്ചിലാണ്. അപ്പം നാനോ ആംബിയർ റേഞ്ചിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് ഫ്ലോ ചെയ്യുന്ന ഏത് കേസിലാണ്, സിലിക്കണിൻ്റെ കേസിലാണ് ഏറ്റവും കുറവ് റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത്. ജർമ്മനി ആകുമ്പോൾ എന്തുണ്ടായിരിക്കും, മൈക്രോ ആംബിയർ റേഞ്ചിൽ ആണ് ഫ്ലോ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ സിലിക്കണാണ് പല ആപ്ലിക്കേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് അവിടെ കുറവാണ്. റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് കുറവായ കാരണം ഒരുപാട് ആപ്ലിക്കേഷനിൽ നമ്മൾ ഡെവലപ്മെൻറ്റ്സിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഹയർ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ്സിലെല്ലാം വരുന്നത് സിലിക്കണാണ്. ജർമ്മനി ഇതിനേക്കാളും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് എന്ന് പറയുമ്പം ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നതിനനുസരിച്ചും, ടെമ്പറേച്ചർ ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നതിനനുസരിച്ചും റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രിമെൻ്റ് ടെമ്പറേച്ചറിൽ നടക്കുമ്പോഴും അവിടെ റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് ഡബിൾ ഇൻ മാഗ്നിറ്റ്യൂഡ് അത് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഇതാണ് നമുക്ക് റിവേഴ്സ് ബയാസിങ്ങിൽ വരുന്ന ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ്. അപ്പം റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് റിവേഴ്സ് ബയാസിങ്ങിൻ്റെ കേസിലാണ് വരണമെന്ന് പറഞ്ഞു. ഫോർവേഡ് ബയാസിങ്ങിൻ്റെ കേസിൽ ലാർജ് എമൗണ്ട് ഓഫ് കറൻറ്റ് ഫ്ലോ ചെയ്യും. റിവേഴ്സ് ബയാസിങ്ങിലാണെങ്കിൽ ദ കറൻറ്റ് ഫ്ലോ ഇൻ റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ഈസ് 0. അങ്ങനെയാണെങ്കിൽ പോലും അവിടെ ഒരു ചെറിയൊരു എമൗണ്ട് കറൻറ്റ് ഫ്ലോ ചെയ്യും. ആ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഡിഫ്യൂഷൻ കാരണം ഉണ്ടാവുന്ന കറൻറ്റ് നമ്മൾ എ സ്മോൾ എമൗണ്ട് ഓഫ് കറൻറ്റ് ഫ്ലോസ് ഇൻ റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ആ സ്മോൾ എമൗണ്ട് ഓഫ് കറൻറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ്. റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് ഈസ് ദ കറൻറ്റ് ജനറേറ്റഡ് ഡ്യൂ ടു ദ ഡിഫ്യൂഷൻ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് അക്രോസ് ദ പി എൻ ജംഗ്ഷൻ.
ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പി എൻ ജംഗ്ഷൻ്റെ ബയാസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നെറ്റ് കറണ്ട് ഫ്ലോ 0 ആണ്. ദെൻ നെക്സ്റ്റ് വൺ ബയാസിങ് ദ പി എൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫോർവേഡ് ബയാസിംഗ് ഉണ്ട്, റിവേഴ്സ് ബയാസിംഗ് ഉണ്ട്. ഫോർവേഡ് ബയാസിംഗ് ആവുന്ന കേസിൽ നമ്മൾ ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് പറഞ്ഞു. അവിടുത്തെ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ കുറവാണെന്ന് പറഞ്ഞു. മാത്രമല്ല അവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയറും കുറയുന്നുണ്ട്, അവിടുത്തെ റെസിസ്റ്റൻസും കുറയുന്നുണ്ട്. ദെൻ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോർവേഡ് ബയാസിങ്ങിൻ്റെ കേസിൽ പറഞ്ഞത്. ദെൻ റിവേഴ്സ് ബയാസിങ് ആവുന്ന കേസിൽ എന്താ ഉണ്ടായിരിക്കുന്നത്? അവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി 0 എങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യും? ഒരു ചെറിയൊരു എമൗണ്ട് കറണ്ട് ഫ്ലോ നടക്കും. ആ കറണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പം റിവേഴ്സ് ബയാസിങ് ആവുന്ന കേസിൽ നടക്കുന്നതാണ് ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടും, പൊട്ടൻഷ്യൽ ബാരിയർ കൂടും, ദെൻ ഹൈ റെസിസ്റ്റൻസ് അവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു എമൗണ്ട് നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് കറണ്ട് ആണ്, പക്ഷേ പ്രാക്ടിക്കൽ കേസിലൊരു നെഗ്ലിജിബിൾ അപ്രോക്സിമേറ്റ് ചെറിയൊരു വാല്യൂ അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്രോക്സിമേറ്റ് 0 എന്ന് നമുക്ക് പറയാം. അതിനാണ് നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതുമായിട്ട് പഠിക്കാനുള്ളത്? ബയാസിങ് ദ പി എൻ ജംഗ്ഷൻ. ഇനി ബയാസിങ്ങിനനുസരിച്ച് വീണ്ടും നമുക്കിതിന് ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ബയാസിങ് ഇതിൻ്റെ വിഡ്ത്ത് കൺട്രോൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയാം. അപ്പം ബയാസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.